രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? നമ്മുടെ നാഷണൽ അന്തം അല്ലെ, ജനഗണമന എഴുതിയ ആളാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്നാണ് അല്ലെ. അപ്പോ ആ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ദ പേപ്പർ ബോട്ട് എന്ന് പറയുന്ന ഒരു പോയമാണ് പഠിക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് ഡിസ് ഓൺ ഹൈബ്രിഡ് ക്യാമ്പസ്. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം. ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ദിസ് ക്ലാസ് ഫോർ MS University BA first semester students, and our paper name is Indian Writing in English, and our unit is second, paper boat. Okay, so നമുക്ക് തുടങ്ങാം. ഇന്ത്യയിലെ പ്രമുഖ സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായിട്ടുള്ള ഒരാളാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് പേപ്പർ ബോട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കവി, തത്വചിന്തകൻ, അതുപോലെ തന്നെ ദൃശ്യകലാകാരൻ, കഥാകൃത്ത്, നാടകകൃത്ത്, ഗാനരചയിതാവ്, നോവലിസ്റ്റ് എന്നിങ്ങനെ പല തരത്തിലും അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. അതുമാത്രമല്ല, നമ്മൾ ഇന്ത്യക്കാർ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന കാര്യമാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള, നാഷണൽ ആന്തമായിട്ടുള്ള ജനഗണമന എഴുതിയിട്ടുള്ള വ്യക്തി കൂടിയാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു പോയം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതിൽ നമുക്ക് വളരെ പ്രൗഡായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കവിതയാണ്, കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുള്ള ഒരു കവിത തന്നെയാണ് ദ പേപ്പർ ബോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു പോയം എന്ന് പറയുന്നത് നമുക്കറിയാം, പേപ്പർ ബോട്ട് നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കുക? പേപ്പർ ബോട്ടുകൾ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴാണ് ഉണ്ടാക്കുക അല്ലെ. കുഞ്ഞു കുട്ടികളാണ് പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കുക അല്ലെ. കളിവഞ്ചി ഉണ്ടാക്കി കളിക്കുക എന്ന് നമ്മൾ പറയാറില്ലേ? കളിവഞ്ചി ഉണ്ടാക്കി കളിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ കളിവഞ്ചി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അതിനത്ര ആയുസില്ല അല്ലെ. കളിവഞ്ചി പേപ്പർ ബോട്ടിന്റെ പ്രത്യേകത എന്താണ്? അത്ര ആയുസില്ല. നല്ലൊരു വെള്ളം വന്നു കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോവും. പക്ഷെ നമ്മൾ ഈ കപ്പലുകൾ, ഈ പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്ന കുട്ടികളുടെ മനസ്സിൽ എന്താണ്, ഈ ബോട്ട് അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിക്കും, ഒരുപാട് സ്ഥലങ്ങളിലൂടെ പോകും എന്നൊക്കെ ആ ഒരു കുഞ്ഞുനാളിലെ ഒരു കുട്ടികളുടെ മനസ്സാണ് അല്ലെ. പക്ഷെ മറ്റുള്ളവർക്ക് അറിയാം അതെന്താണ്, അതിനത്ര ആയുസില്ല, നല്ലൊരു വെള്ളം വന്നു കഴിഞ്ഞാൽ അത് മുങ്ങി പോകുന്നുള്ള കാര്യം അറിയാം. പക്ഷെ ഈ പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കി വിടുന്ന കുട്ടികളുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഇത് ഒരുപാട് ദൂരം സഞ്ചരിക്കും, എന്റെ ബോട്ട് ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ പോകും, നമുക്കതിൽ കയറി സഞ്ചരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. നമ്മൾ ഉറുമ്പുകളൊക്കെ അതിൽ കയറ്റി, ഉറുമ്പുകളൊക്കെ ആ പേപ്പർ ബോട്ടിനകത്താക്കിയിട്ട് വിട്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ പേപ്പർ ബോട്ടുകളിൽ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. അപ്പോ ഈ ഒരു പോയം അത് തന്നെയാണ് പറയുന്നത്. ഒരു ചെറിയ ബോയ്, ഒരു കുഞ്ഞു ബോയുടെ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പേപ്പർ ബോട്ട് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഒരു കുട്ടി എന്താണ്, മഴ പെയ്യുന്ന സമയത്ത്, ഒരുപാട് വെള്ളം വരുന്ന സമയത്ത് എന്താണ്, പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കിയിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ വിടുകയാണ്. അപ്പൊ അതിലെന്താണ്, അവൻ ആ പേപ്പർ ബോട്ട് ഉണ്ടാക്കി മറ്റുള്ളവർ കാണുമ്പോൾ എന്താണ്, അവനൊരു പേപ്പർ ബോട്ട് ഉണ്ടാക്കി കളിക്കുകയാണ്. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ എന്താണ്, അത് അവന്റെ സ്വപ്നമാണ്, അവന്റെ ആഗ്രഹങ്ങളാണ് അല്ലെ. അവൻ ആ ബോട്ട് ഉണ്ടാക്കുന്നതും അത് ആ വെള്ളത്തിൽ ഇറക്കുന്നതും വെള്ളത്തിൽ ഇറക്കി അത് വിടുന്നതും ഒക്കെ. അപ്പൊ അവനത്, നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മളത് വളരെ കൗതുകത്തോടു കൂടി കാണുകയും നോക്കുകയും ആ വെള്ളത്തിലൂടെ പോകുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നുകയൊക്കെ ചെയ്യുന്ന ഒരു നിമിഷമുണ്ട് അല്ലെ. അപ്പൊ ആ കുഞ്ഞു ബോയ്, നമ്മുടെ ഈ ഒരു പോയത്തിൽ പറയുന്ന കുട്ടിക്കും അതേ ഒരു ആഗ്രഹം, അവന്റെ സ്വപ്നങ്ങള്, അതുപോലെ തന്നെ അവന് ഒരുപാട് സന്തോഷമൊക്കെ തോന്നുകയാണ് അവന്റെ പേപ്പർ ബോട്ട് ഇങ്ങനെ വെള്ളത്തിലൂടെ പോകുന്നത് കാണുമ്പോൾ. അങ്ങനെ ഈ പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കി ഇങ്ങനെ വിടുന്ന സമയത്ത് അവൻ ചിന്തിക്കുന്നത് എന്താണ്, ഈ എന്റെ ബോട്ട് ദൂരെ എവിടേക്കെങ്കിലും ഒക്കെ പോകും, ഒരുപാട് സ്ഥലങ്ങളിലൂടെ അതിങ്ങനെ പോകും. എന്നിട്ട് എന്താണ്, അവൻ എന്ത് ചെയ്തു, ആ പേപ്പർ ബോട്ടിനകത്ത് അവന്റെ പേരും അഡ്രസ്സും എഴുതി വെച്ചു. ആ പേപ്പർ ബോട്ടിനകത്ത് അവൻ എന്ത് ചെയ്തു, അവന്റെ പേരും അഡ്രസ്സും അവൻ എഴുതി വെച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, അപ്പൊ അവൻ വിചാരിക്കുകയാണ് ഈ ബോട്ട് പോകുന്ന സ്ഥലത്തൊക്കെ അവനെയും അവന്റെ രാജ്യത്തെയും അല്ലെങ്കിൽ അവന്റെ നാടിനെയും ആളുകൾ ഓർക്കും. പിന്നെന്താണ്, അവന്റെ ആ ഒരു ഗാർഡനിൽ നിന്ന് അവൻ എന്താണ്, ഒരു പൂവ് പറിച്ച് ആ പൂവ് എന്താണ് ആ ബോട്ടിനകത്ത് വെച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ആ ബോട്ടിനകത്ത് ആ പൂവ് വെച്ചിട്ട് അത് ആ ഫ്ലവറും കൊടുത്തയച്ചു. അപ്പൊ അവൻ വിചാരിക്കുകയാണ് ഈ ബോട്ട് ആരുടെങ്കിലും കയ്യിലെത്തുമ്പോ ആ ഫ്ലവർ അവർക്ക് കിട്ടും, അവന്റെ പേരും അഡ്രസ്സും കിട്ടും, അപ്പൊ അവനെ അറിയും, ആ നാട്ടിലുള്ള ആളുകളൊക്കെ അവനെ അറിയും. അതൊക്കെയാണ് അവന്റെ പ്രതീക്ഷകൾ അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊക്കെ കുഞ്ഞുനാളിൽ കളിക്കുന്ന കളികളുടെ ഒരു നിഷ്കളങ്കതയാണ് അതിൽ പറയുന്നത്. പിന്നെന്താണ്, അവൻ അതിൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഫ്ലവർ ആ ബോട്ടിനകത്ത് വെച്ച് കൊടുക്കുന്ന സമയത്ത് അവൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ദൂരെയുള്ള അവന്റെ ഫ്രണ്ടിനുള്ള ഒരു ഗിഫ്റ്റ്, അവൻ കാണാത്ത, അറിയാത്ത, പരിചയപ്പെടാത്ത, അവന്റെ ആ ഒരു കാണാത്ത ഒരു അജ്ഞാതയായിട്ടുള്ള അവന്റെ ഫ്രണ്ടിനുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് അവനത്
കരുതുന്നത്. അതുപോലെ തന്നെ ആകാശത്ത് ഇവന് ഈ ബോട്ട് ഇങ്ങനെ വിടുന്ന സമയത്ത് ആകാശത്ത് മേഘങ്ങൾ ഇങ്ങനെ ഇളകി നടക്കുന്നത് സഞ്ചരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ അവൻ വിചാരിക്കുകയാണ് ആകാശത്ത് നിന്ന് മറ്റൊരു ഫ്രണ്ട്, ഇവനെ പോലെയുള്ള അവന്റെ മറ്റൊരു ഫ്രണ്ട് ഈ മേഘങ്ങളെ തോണിയാക്കി വിടുന്നതായിരിക്കും എന്ന് അവൻ ചിന്തിക്കുകയാണ്. ഈ മേഘങ്ങളെ ഈ ബോട്ടാക്കിയിട്ട് എന്താണ് ആകാശത്തുള്ള ഒരു ഫ്രണ്ട്, അവന്റെ ഒരു ഫ്രണ്ട് വിടുന്നതായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ അവിടെ അവര് മേഘങ്ങളെ ബോട്ടാക്കി വിടുന്നു, ഇവനിവിടെ പേപ്പർ കൊണ്ട് ബോട്ടുണ്ടാക്കിയിട്ട് വിടുന്നു എന്ന് പറയാണ്. അങ്ങനെ അന്ന് രാത്രി അവൻ ഉറക്കത്തിൽ സ്വപ്നം കാണാണ് അവന്റെ ആ ഒരു പേപ്പർ ബോട്ടിലിരുന്ന് മാലാഖമാര് യാത്ര ചെയ്യുന്നത്, അതിൽ ഒരുപാട് നക്ഷത്രങ്ങൾ കൊണ്ടുവരുന്നത്, ആ മാലാഖമാര് എല്ലാവരും കൂടെ വളരെ മനോഹരമായ ആ ബോട്ടിനകത്തിരുന്ന് സഞ്ചരിക്കുന്നതും ആ ബോട്ടിൽ അവന് കൈ നിറയെ നക്ഷത്രങ്ങൾ കൊണ്ടുവരുന്നതും ഒക്കെ ആയിട്ട് അവൻ ആ രാത്രി ഉറക്കത്തില് സ്വപ്നം കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയത്തില് നമ്മുടെ കുഞ്ഞുനാളിലെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് പറയുന്നത് അല്ലെ. നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങളുടെ ഒരു നിഷ്കളങ്കത, അതിന്റെ ആ ഒരു നൈർമല്യം ഒക്കെയാണ് നമുക്കിപ്പോ ഈ ഒരു പോയത്തില് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു തരുന്നത്. കാരണം ആ ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കി വിടുമ്പോ ആ കുഞ്ഞിന്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെ. അപ്പോ ഇതാണ് പേപ്പർ ബോട്ട് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.